അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ സംസാര വിഷയം. അധിക തീരുവ ചുമത്തി പല രാജ്യങ്ങളെയും വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെ കടുത്ത രീതിയിലാണ് പലരും വിമർശിക്കുന്നത്. ഇന്ത്യക്കെതിരെയും ട്രംപ് അധിക തീരുവ എന്ന ആയുധമെടുത്തു. എന്നാൽ ഇന്ത്യ ട്രംപിന് മുന്നിൽ മുട്ടുകുത്തിയിട്ടില്ല. ഇപ്പോഴത്തെ താരിഫ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫുകൾ നിയമവിരുദ്ധമാണ് എന്നാണ് US അപ്പീൽ കോടതി വിലയിരുത്തിയിരിക്കുന്നത്. താരിഫ് ചുമത്താൻ പ്രസിഡന്റ് ട്രംപിന് നിയമപരമായ അധികാരമില്ല എന്ന് കോടതി പറഞ്ഞു. ട്രംപിന്റെ നടപടി US ഭരണഘടനാ ലംഘനമാണ് എന്നാണ് അന്താരാഷ്ട്ര വ്യാപാര കോടതി നേരത്തെ വിധിച്ചിരുന്നത്. ട്രംപ് അധികാരം മറികടന്നു എന്നും കോടതി വിലയിരുത്തിയിരുന്നു. ഇതിനെതിരെ ഭരണകൂടം അപ്പീൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാര കോടതിയുടെ വിധി അപ്പീൽ കോടതി ശരിവെക്കുകയായിരുന്നു. അപ്പീൽ നൽകുന്നതിന് ഭരണകൂടത്തിന് കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. ഒക്ടോബർ 14 വരെ വിധി പ്രാബല്യത്തിലല്ല. എന്നാൽ അപ്പീൽ കോടതി വിധിക്കെതിരെ ട്രംപ് രംഗത്തെത്തി. വിധി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. വിധി അംഗീകരിക്കുന്നത് അമേരിക്കയെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാകും. താരിഫുമായി മുന്നോട്ട് പോകുമെന്നും ട്രംപ് ഉറച്ചു നിൽക്കുന്നു. അപ്പീൽ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. താരിഫ് പോരാട്ടത്തിൽ വിജയിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. താരിഫുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും ട്രംപ് സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരുന്നു. അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരെ വിവേചനം കാണിക്കുന്ന രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇന്ത്യ, ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ അധിക തീരുവ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. അമേരിക്ക ഇന്ത്യക്കുമേൽ ചുമത്തിയ തീരുവ 27-ാം തീയതി പ്രാബല്യത്തിൽ വന്നിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ചുമത്തിയ 25% പിഴച്ചുങ്കവും നിലവിലെ 25% പിഴച്ചുങ്കവും അടക്കം 50%മാണ് തീരുവ. തിങ്കളാഴ്ച അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം തീരുവ പ്രാബല്യത്തിൽ വരുന്നതായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനവും ഇറക്കിയിരുന്നു. ഇത് പ്രകാരം ബുധനാഴ്ച ഇന്ത്യൻ സമയം പകൽ 9 മണിക്ക് ശേഷം അമേരിക്കയിലെ വിപണിയിൽ എത്തുന്ന ഇന്ത്യൻ ചരക്കുകൾക്ക് പിഴച്ചുങ്കം ബാധകമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിധി കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. തന്റെ തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ലോക രാജ്യങ്ങൾക്കിടയിൽ നിന്ന് ട്രംപിന് വ്യാപക വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. അതേസമയം ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തിയതോടുകൂടി ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് ഈ ട്രംപ് പിടിച്ചുപിടിയാലെ മുന്നോട്ട് പോവുകയാണ്. ഇത് മറ്റ് രാജ്യങ്ങൾക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറുമ്പോൾ അമേരിക്ക ഇതിൽ എന്ത് നിലപാട് ഇനി എടുക്കും എന്ന കാര്യത്തിൽ സംശയമാണ്.